ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സ് ബൈക്ക് മെയിൻ്റനൻസ് ടിപ്പ് വീഡിയോ ആണ്. ഞാനിതിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇന്നാണ് ടൈം കിട്ടിയത്. ഓഫീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് നമ്മളതിൽ ഒരു പഴയ മോഡൽ യൂണിക്കോണും ഉണ്ട്, പിന്നെ പുതിയ മോഡൽ ക്ലാസിക് 350 ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് രണ്ടിലും രണ്ട് ടൈപ്പ് ബ്രേക്സൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ബൈക്സും കൊണ്ടുവന്നത്. ഇതിൽ ഓയിൽ ലെവലൊക്കെ ചെക്ക് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂക്ക് 250 എടുത്തിട്ട് ഒരു 4 years ആയി. അപ്പോൾ എനിക്ക് ഈ സ്പോർട്സ് ബൈക്കും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാര്യം അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ റിസർച്ച് നടത്തി പഠിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ക്ലബ്ബുണ്ട്, നമ്മൾ 390 മെമ്പേഴ്സിൻ്റെ. അപ്പോൾ അതിലെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിൽ ക്ലബ് മെമ്പേഴ്സ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കണ്ടാൽ മതി. നിങ്ങളൊരു പക്ക ബിഗിനറാണെങ്കിൽ ഈ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ലോണം വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറേ ഐഡിയാസ് കിട്ടും. അഥവാ നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം ബൈക്ക് ഓടിച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന മിക്ക കാര്യങ്ങളും അറിയാവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇരുന്ന് കാണണമെങ്കിൽ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ള ബൈക്കിൻ്റെ ടയറാണ്. ടയറ് നമ്മളിപ്പോൾ ബൈക്കിൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്ക് സൈസ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ അപ്സൈസ് ചെയ്യുന്നവർ മിക്കവരും സ്പോർട്സ് ബൈക്കിൽ അപ്സൈസ് ചെയ്യുന്നുണ്ട്, ടയർ അപ്സൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടയർ അപ്സൈസ് ചെയ്താലുള്ള ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും, ബൈക്കിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും, മൈലേജിനെ ബാധിക്കും. അപ്സൈസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ കൂടുതലും സ്പോർട്സ് ബൈക്കിലാണ് ഈ എല്ലാവരും അപ്സൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ അപ്സൈസ് ചെയ്താലുണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ സ്റ്റെബിലിറ്റിയിൽ ഇഷ്യൂസ് വരും. അപ്സൈസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ ബാക്ക് ടയറൊക്കെ ഇപ്പോൾ ഒരു 10 കമ്പനി പറയുന്നതിൻ്റെ നിന്ന് ഒരു 10 സൈസൊക്കെ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരു 150 സെക്ഷൻ ഇടാനുള്ളടത്ത് ഒരു 160 വരെയൊക്കെ ഇട്ടെന്നും പറഞ്ഞൊക്കെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അതിൽ കൂടുതലൊക്കെ പോയി കഴിഞ്ഞാലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഇഷ്യൂസ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ 110 ഇടുന്ന ബൈക്സിലൊക്കെ, ഡ്യൂക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള 120 ഇടുന്നത്. അതൊന്നും ഭയങ്കരമായിട്ട് പ്രശ്നമില്ല. എന്നാലും അതെന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ടയർ അപ്സൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൈലേജ് ഡ്രോപ്പ് വരും. പിന്നെ ബൈക്ക് പെർഫോമൻസ് ഇഷ്യൂസ് കാണിക്കും. കാരണം ടയർ റോഡുമായിട്ടുള്ള കോണ്ടാക്ട് പാച്ച് കൂടുതലായിരിക്കും നമ്മൾ സ്റ്റോക്ക് ടയർ വെച്ച് നോക്കുമ്പോൾ. അപ്പം മൈലേജ് ഡ്രോപ്പും വരും, പെർഫോമൻസ് ഡ്രോപ്പും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എല്ലാവരും ഈ ടയർ അപ്സൈസ് ചെയ്യുന്നത് നമുക്ക് കോർണറിങ് പെർഫോമൻസ് പക്കയാകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ടയർ അപ്സൈസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ടയർ കോർണറിങ് പെർഫോമൻസ് കൂടും. ബട്ട് അവിടെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ബൈക്കിൻ്റെ കോർണർ ചെയ്യുമ്പോൾ ഉള്ള ലീൻ ആംഗിൾ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്, നമ്മൾ അപ്സൈസ് ചെയ്ത ടയർ ഇട്ടിട്ട് കോർണർ ചെയ്യുമ്പോൾ. അതാണ് ഇഷ്യൂ. പിന്നെ ബാക്കിലൊക്കെ നല്ല അപ്സൈസ് ടയർ ഇട്ട് കഴിഞ്ഞാലുള്ള ഇഷ്യൂ, നിങ്ങൾ ആ സ്പ്രോക്കറ്റ് പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ സ്പ്രോക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് പൊട്ടും. ഐ തിങ്ക് ഡ്യൂക്കിനൊക്കെ ഞാൻ മാറുമ്പോഴത്തേക്ക് ഒരു 4000 അടുപ്പിച്ചൊക്കെ ആവാറുണ്ട്. 3500 സംതിങ് സ്പ്രോക്കറ്റിന് വരും, ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്. പിന്നെ അവിടെ ഒരു ഡാമ്പർ ബുഷ് വരും, അത് മാറണം. പിന്നെ ലേബർ എല്ലാം കൂടെ ചേർത്ത് ഒരു 4200 ഒക്കെ എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അപ്സൈസ് ചെയ്യാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ബൈക്കിൻ്റെ ടയർ പ്രഷർ ഒരു 1 വീക്കോ 2 വീക്കോ കൂടുമ്പോഴത്തേക്കൊന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ എവിടെയെങ്കിലും പോയിട്ട്, ടയർ ഷോപ്പിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാൻ നോക്കുക. പെട്രോൾ പമ്പിൽ നിന്ന് എയർ അടിക്കല്ലെന്ന് പറയാനുള്ള കാര്യം, വേരിയേഷൻസ് വരും. ചിലപ്പോൾ ചില പമ്പിൽ മെഷീൻസൊക്കെ കംപ്ലൈൻ്റ് ആണെങ്കിൽ കൂടുതലോ കുറവോ അടിക്കാം. നമ്മളിപ്പോൾ ഈ ബൈക്കിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ഒരു ഫ്രണ്ടിൽ 26 ആണെന്നാണ് തോന്നുന്നത്, സോളോ റൈഡർ. അപ്പോൾ നമ്മൾ പമ്പിൽ നിന്ന് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇത് 29 ആയി പോവാം, ചിലപ്പോൾ അതിലും കുറഞ്ഞു പോവാം.
അങ്ങനെയൊക്കെ ഉണ്ട്. സോ പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി അടിക്കേണ്ടതാണ്. പിന്നീടുള്ളത്, നമ്മൾ സോളോ റൈഡ് പോകുമ്പോഴും ഒരു പില്ലിയണ കൂടെ കൊണ്ടുപോകുമ്പോഴും 2 ടയർ പ്രഷർ ആയിരിക്കും അടിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസിക്കിൽ ഈ ബൈക്കിലിപ്പോൾ സോളോ റൈഡ് പോകുമ്പോഴത്തേക്കും ഒരു ടയർ പ്രഷറും പില്ലിയൻ ബാക്കിൽ ഒരാളെ കൂടെ ഇരുത്തി കൊണ്ടുപോകുമ്പോൾ വേറൊരു എയർ പ്രഷറായിരിക്കും. അപ്പോൾ നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും സോളോ റൈഡറിന് എത്രയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ടയർ പ്രഷർ നിങ്ങൾ കമ്പനി പറയുന്നത് അടിക്കാൻ നോക്കുക. പിന്നെ വേറെ ഉള്ളൊരു കാര്യം, ടയർ നൈട്രജൻ ഫില്ല് ചെയ്ത് ചൂടുള്ള ടൈമിലൊക്കെ നൈട്രജൻ ഫില്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ എയർ അടിക്കുമ്പോഴത്തേക്കും എയർ എക്സ്പാൻഡ് ചെയ്യും. ചൂടത്ത് എക്സ്പാൻഡ് ആവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ടയർ പ്രഷറിൽ വേരിയേഷൻസ് വരും. അങ്ങനെ വേരിയേഷൻസ് വരാതിരിക്കാനായിട്ട് നൈട്രജൻ ആയിരിക്കും ബെറ്റർ. ഞാൻ എപ്പോഴും എൻ്റെ ബൈക്കിൽ യൂസ് ചെയ്യുന്ന നൈട്രജനാണ്. പിന്നെ നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം, നമ്മളെ ബൈക്സിൽ ടയർ നമ്മൾ കുറേ നാൾ ബൈക്ക് എവിടെയെങ്കിലും മാറ്റി വയ്ക്കുകയോ കയറ്റി വെച്ചിട്ടൊക്കെ പോയിട്ട് പിന്നെ വന്ന് എടുക്കുമ്പോഴത്തേക്കും ടയറിൽ ക്രാക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെയോ ടയറിൻ്റെ സെൻട്രലിലായിട്ടോ ടയർ വാളിലൊക്കെ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ക്രാക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ടയർ മാറ്റുക, അതായിരിക്കും സേഫ്. പിന്നെ വേറെ ഉള്ള കാര്യം, പഞ്ചേഴ്സ്. ഇതിപ്പോൾ 2 ബൈക്കിലും ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂട്ടിങ് ബൈക്കിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും ട്യൂബുള്ള ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്യൂബിൽ നമ്മളൊരു 5 പഞ്ചറൊക്കെ വരികയാണെങ്കിൽ ആ ട്യൂബ് അങ്ങ് മാറ്റുക. ഐ തിങ്ക് ഒരു 200 to 600 റേഞ്ചിലൊക്കെ ട്യൂബിൻ്റെ റേറ്റ് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് ട്യൂബ്ലെസ് ടയേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 4-5 പഞ്ചർ ആകുമ്പോഴത്തേക്കും ആ ടയർ അങ്ങ് ചേഞ്ച് ചെയ്യുക. അതിൽ കൂടുതൽ ഓടാൻ നിൽക്കല്ല. അങ്ങനെ പഞ്ചർ വരത്തില്ല. അങ്ങനെ പഞ്ചർ വരാതിരിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളെ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ റോഡുമായിട്ടുള്ള കോണ്ടാക്ട് പാച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ പഞ്ചർ വരാനായിട്ടുള്ള വല്ല കല്ല് പൊത്ത് കയറിയിട്ടോ എന്തെങ്കിലുമൊക്കെ പൊത്ത് കയറിയിട്ടുള്ള പഞ്ചർ വരാനുള്ള ചാൻസസ് കുറയും. സോ നിങ്ങൾ അതെപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക. പിന്നെ അടുത്ത ഞാൻ പറയാൻ പോകുന്ന ടിപ്പാണ് ഓയിലിൻ്റെ. ഓയിൽ നമ്മൾ എപ്പോഴും ഒരു കമ്പനി പറയുന്ന ഗ്രേഡ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അഥവാ ഗ്രേഡ് മാറ്റി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10W50 യൂസ് ചെയ്യുന്ന ബൈക്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 20W50 യൂസ് ചെയ്യണം. അങ്ങനെ ഗ്രേഡ് മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ റിസർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് ഏതൊക്കെ കണ്ടീഷനിൽ നമ്മൾ അങ്ങനെ ചെയ്യണം, അതങ്ങനെ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് മാത്രം ആ ഓയിൽ ഗ്രേഡ് നിങ്ങൾ മാറ്റാൻ നോക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ കമ്പനി പറയുന്ന ഓയിൽ ഗ്രേഡ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് ബൈക്കിൻ്റെ ഓയിൽ ലെവൽസ്. നിങ്ങളിപ്പോൾ കമ്പനി ഇപ്പോൾ ഒരു 1 ലിറ്റർ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10W30 ആണ് ഓയിൽ ഗ്രേഡ് കമ്പനി സജസ്റ്റ് ചെയ്യുന്നത്. ഒരു 900 ml ആ ഒരു റേഞ്ചിൽ എനിക്ക് തോന്നുന്നു. പാഷനിലൊക്കെ ഒരു 900 ml ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിൽ കൂടുതൽ ഒഴിക്കാൻ പാടില്ല, കുറച്ച് ഒഴിക്കാൻ പാടില്ല. കറക്റ്റ് ആ ഒരു ലെവലിന് തന്നെ ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. അപ്പോൾ പിന്നെ വേറെ ഉള്ളൊരു കാര്യം, നിങ്ങൾ ഓയിൽ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യുക. കമ്പനി പറയുന്ന സർവീസ് ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കമ്പനി ഒരു 5000 to 7000 കിലോമീറ്ററാണ് പറയുന്നതെങ്കിൽ ആ 7000 നിങ്ങൾ ഓടല് 7500 ഒക്കെ ഇപ്പോൾ KTM-ലൊക്കെ പറയുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 5500 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അത്രയും ഓടിക്കാൻ നിൽക്കരുത്. നിങ്ങളൊരു 7000 കമ്പനി പറയുകയാണെങ്കിൽ ഒരു 5000 ഒക്കെ ആകുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്യുക. അഥവാ നിങ്ങൾ വണ്ടി ഓടുന്നില്ല, വണ്ടി നിങ്ങൾ പുതിയ ഓയിൽ മാറ്റി നിങ്ങൾ വണ്ടി വീട്ടിൽ കയറ്റി വെച്ചു, അധികം ഓടുന്നില്ല, ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ ഓടുന്നോളൂ, ഒരു 1 ഇയർ ആയിട്ടും നിങ്ങൾ ഇപ്പോൾ ആ ബൈക്കിൽ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടും ഒരു 2000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ളൂ എങ്കിലും ആ ഓയിൽ മാറ്റുക. നിങ്ങൾക്കിപ്പോൾ ഓയിൽ ലെവൽ എങ്ങനെ ചെക്ക് ചെയ്യാം, അതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഓയിൽ ലെവൽ പുതിയ ബൈക്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതാണ് ക്ലച്ച് കേസ്. ക്ലച്ച് കേസിൻ്റെ സൈഡിൽ വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ വാച്ച് ഗ്ലാസ് കാണാം. ഒരു ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ കേസിൽ തന്നെ മുകളിലും താഴെയും 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം, ഇത് മിനിമം, ഈ 2 ലെവലിൻ്റെയും ഇടയ്ക്ക് നിൽക്കണം ഓയിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഴയ ബൈക്സിലൊക്കെയാണ്, ഇപ്പോൾ യൂണിക്കോണിലൊക്കെ ആണെങ്കിൽ
നമ്മൾ ഈ ഓയിൽ ക്യാപ്പിൻ്റെ തന്നെ ഇവിടെ ഒരു ഡിപ്സ്റ്റിക്ക് വരും. ഇപ്പോൾ ഡിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിപ്സ്റ്റിക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഓയിൽ ലെവൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഓയിൽ ചേഞ്ച് ആയിരിക്കുന്ന ഒരു ബൈക്കാണ്. ഓയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല കറുത്തിരിക്കുകയാണ്. ഇത്രയൊന്നും വെച്ച് ഓടല്. ഇതിപ്പോൾ ഈ ബൈക്കിൻ്റെ ഓണർ ഞാനല്ല, ജസ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ 2 ലൈനിൻ്റെ ഇടയ്ക്ക് ഓയിൽ ലെവൽ നിൽക്കണം. നിങ്ങൾ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഒരഴുക്ക തുണി എടുക്കുക, ഈ ഡിപ്സ്റ്റിക്ക് ഒന്ന് തുടയ്ക്കണം. നല്ലോണം ഒന്ന് തുടച്ചിട്ട് ഡിപ്സ്റ്റിക്ക് അകത്തിടുക. അകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഇത് 2ൻ്റെ ഹാഫിലാണ് ഇപ്പോൾ ഓയിൽ നിൽക്കുന്നത്. നിങ്ങൾക്കിതിൽ എത്രത്തോളം കാണാനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഓയിൽ ഒരിക്കലും ഇത്രയും കറുത്തോണ്ടൊന്നും ഓടിക്കല്ല്, നിങ്ങളെ എൻജിന് ഡാമേജ് വരും. സോ ഇത് ഓയിൽ ഇപ്പോൾ ഈ വാച്ച് ഗ്ലാസ് ഉള്ള ബൈക്കിലാണെങ്കിൽ ഞാൻ പറഞ്ഞു, ആ ഗ്ലാസ്സിൽ ഇതേപോലെ കേസിൻ്റെ അവിടെ, എൻജിൻ്റെ ആ ക്ലച്ച് കേസിൻ്റെ അവിടെ 2 ലൈൻ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ഓയിൽ നിൽക്കണം. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതിലിപ്പോൾ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം, വണ്ടിയുടെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിലൊക്കെ ഓയിൽ ചെന്നിട്ട് എയർ ഫിൽറ്റർ പെട്ടെന്ന് ഡാമേജ് ആവും. ഓയിൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നിങ്ങളെ എൻജിന് പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷൻ കിട്ടത്തില്ല. സോ എൻജിൻ ഡാമേജസ് വരും, എൻജിൻ്റെ പാർട്സിനൊക്കെ വേറെ ടയർ വരും. പിന്നെ വരുന്നത്, ഓയിൽ എപ്പോൾ ചേഞ്ച് ചെയ്താലും ഈ ഓയിൽ ഫിൽറ്ററും ഇവിടെ ഒരു ഗ്യാസ്കറ്റ് വരും. ആ ഗ്യാസ്കറ്റും മാറ്റുക, ഏത് ബൈക്കാണെങ്കിലും. നിങ്ങളല്ലെങ്കിൽ ഈ ഫിൽറ്റർ മാറ്റാതെ ഈ ഓയിൽ മാറ്റിയിട്ട് ഒരു യൂസും ഇല്ല. പിന്നെ ഉള്ളത്, ഓയിലിൻ്റെ സ്ട്രെയിനർ വരും. ഈ സ്ട്രെയിനറിലാണ് ഈ ഫിൽട്രേഷൻ നടക്കുന്ന ഓയിലിൻ്റെ. അപ്പോൾ ആ സ്ട്രെയിനർ നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്ക് പാർട്ടിക്കിൾസ്, എൻജിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസൊക്കെ അതിലാണ് വന്ന് കളക്റ്റായി കിടക്കുന്നത്. അത് കളക്റ്റായി നിന്നിട്ട് ബ്ലോക്കാവും. ബ്ലോക്കായിട്ട് എൻജിന് പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷൻ മുകളിലോട്ടൊന്നും കിട്ടത്തില്ല. സോ ആ സ്ട്രെയിനർ ഒന്നീ മാറ്റുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് ഇടുക. ഇതിൽ വരുന്നൊരു കാര്യമാണ്, നമ്മളെ ബൈക്കിൽ എയർ ഫിൽറ്റേഴ്സ് 2 ടൈപ്പ് എയർ ഫിൽറ്റേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് പേപ്പർ എയർ ഫിൽറ്ററും വരുന്നുണ്ട്, പിന്നെ പെർഫോമൻസ് എയർ ഫിൽറ്റേഴ്സും വരുന്നുണ്ട്. അത് റീയൂസബിൾ ആണ്. അപ്പോൾ നമുക്ക് ബൈക്സിൽ സ്റ്റോക്കായിട്ട് വരുന്ന പേപ്പർ എയർ ഫിൽറ്റേഴ്സാണ്. അപ്പോൾ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്ന പേപ്പറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിൽ യൂസ് ചെയ്യുന്ന പേപ്പറാണ്. നിങ്ങൾ ഈ പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3000 കിലോമീറ്റർ ആകുമ്പോൾ അത് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കല്, അതങ്ങ് റീപ്ലേസ് ചെയ്യുക. ഒരു 200 to 300 റേഞ്ചിൽ ആ ഫിൽറ്ററിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അതപ്പോഴേ മാറ്റുക, അല്ലെങ്കിൽ വണ്ടിക്ക് മിസ്സിങ് വരും. പിന്നെ പെർഫോമൻസ് എയർ ഫിൽറ്റേഴ്സ് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമ്മൾ വാങ്ങി വയ്ക്കുന്നതാണ്. അതാണെങ്കിൽ കുറച്ചും കൂടെ എയർ ഫ്ലോ, നമ്മളെ എൻജിനിലോട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എയർ ഫ്ലോ കിട്ടും. അതൊക്കെ നമ്മളെ ഇവിടുത്തെ റോഡ് കണ്ടീഷനിൽ ഞാൻ യൂസ് ചെയ്യേണ്ടെന്നേ പറയൂ. കാരണം കൂടുതൽ പൊടി അകത്തോട്ട് ചെന്നിട്ട് എൻജിന് പിന്നീട് ലോങ് ടേം യൂസിലൊക്കെ ഡാമേജസ് ഒക്കെ വരും. അതുകൊണ്ട് യൂസ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. അഥവാ നിങ്ങൾ പെർഫോമൻസ് എയർ ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ KNNനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, BMC ആയാലും അതിനൊക്കെ ക്ലീനിങ് കിറ്റ് അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പനി ഐ തിങ്ക് ഒരു 1600 റേഞ്ചിനൊക്കെയാണെന്ന് തോന്നുന്നു അത് കിട്ടുന്ന ക്ലീനിങ് കിറ്റ്. അപ്പോൾ പെർഫോമൻസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് സോപ്പും വെള്ളമൊന്നും വെച്ച് ക്ലീൻ ചെയ്യാതെ ആ കിറ്റ് വാങ്ങി തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് എയർ ഫിൽറ്ററിൻ്റെ കാര്യം. ഇനി അടുത്ത നമുക്ക് പോവുകയാണെങ്കിൽ സ്പാർക്ക് പ്ലഗ്സ് വരുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ്സൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാ സർവീസിലൊന്നും മാറ്റണമെന്നില്ല. നല്ല ഇറീഡിയം ടിപ്പുള്ള സ്പാർക്ക് പ്ലഗ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 സർവീസൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം മാറിയാൽ മതി. നോർമൽ സർവീസിലൊക്കെ ആണെങ്കിൽ, നോർമൽ സ്പാർക്ക് പ്ലഗ്സ് ആണെങ്കിൽ നോർമലി നമ്മൾ സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോഴേ ചേഞ്ച് ചെയ്യുക. ഇത് പിന്നെ നമ്മൾ ഇറീഡിയം പ്ലഗ്ഗാണ് യൂസ് ചെയ്യുന്നത്, കുറേ നാൾ നമുക്കിത് കിടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലഗ്ഗുകൾ റെസ്റ്റ് എടുത്തിട്ട് അവിടെ ഹെഡിൽ സ്റ്റക്കായിപ്പോവും. സ്റ്റക്കായിട്ട് മെക്കാനിക്ക് ഇത് ഇളക്കി എടുക്കുന്ന ടൈമിൽ
സ്പാർക്ക് പ്ലഗ് പൊട്ടിയിട്ട് അവിടെ ഹെഡിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അത് ഫേസ് ചെയ്തിട്ടുണ്ട് ആ ഇഷ്യൂ. സോ ഇടയ്ക്കൊക്കെ വന്ന് ആ സ്പാർക്ക് പ്ലഗ് ഇളക്കി ഒന്ന് ചെക്ക് ചെയ്യുക, അത് അവിടെ ജീവനോടെ ഉണ്ടാകും. അപ്പോൾ അതാണ് സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യം. ഇനി നമുക്ക് വരികയാണെങ്കിൽ ബൈക്കിൻ്റെ ബ്രേക്സ് വരുമ്പോഴത്തേക്കും 2 ടൈപ്പ് ബ്രേക്കാണ് നമ്മളെ ബൈക്സിൽ വരുന്നത്. ഒന്ന് ഡ്രം ബ്രേക്കും വരുന്നുണ്ട്, പിന്നെ ഡിസ്ക് ബ്രേക്സും വരുന്നുണ്ട്. ഇപ്പോൾ പഴയ ബൈക്സിലൊക്കെയാണ് കൂടുതലും ഡ്രം ബ്രേക്ക് വരുന്നത്. പുതിയ ബൈക്സിലും ഫ്രണ്ട് ഡിസ്ക്കും ബാക്ക് കമ്മ്യൂട്ടിംഗ് ബൈക്കിലാണ് ഇത് കൂടുതൽ ഈ സെറ്റപ്പ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിലെയും നമുക്ക് എങ്ങനെയാണിത് ബ്രേക്ക് ഷൂ തീരുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് പാഡ്സ് എങ്ങനെ തീരുന്നതെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആരോ ആണ്, ഇവിടെ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആരോ ജസ്റ്റ് ഈ ലൈനിൻ്റെ ഇവിടെ എത്തുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ആരോ ഈ ലൈനിൻ്റെ ഇവിടെ എത്തും. ഞാനിപ്പോൾ ഇവിടെ ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്, അപ്പോൾ അത് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് ആ ആരോ ഇവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് അതങ്ങ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ബ്രേക്ക് ഷൂ തീർന്നിട്ട് നിങ്ങൾ ആ ഡ്രമ്മ് ഡാമേജ് ആവും. ഇനി നിങ്ങൾ ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കാലിപ്പേഴ്സിൻ്റെ ഇടയ്ക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക് പാഡ്സ് കാണാൻ പറ്റും. ഞാൻ അത് വേറെ ഒരു ഫോട്ടോ എടുത്തേക്കാം, ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ ആ ബ്രേക്ക് പാഡിൽ ഒരു ലൈൻ കാണും, ആ ലൈനിന് താഴോട്ട് യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് പാഡ് നിങ്ങൾ റോട്ടറിൽ പിടിച്ചിട്ട് ഡിസ്കിൽ പിടിച്ചിട്ട് ഡിസ്ക് ഡാമേജ് വരും. സോ അത് അങ്ങ് ചേഞ്ച് ചെയ്യാൻ നോക്കുക ആ ലൈനിന് താഴോട്ടായി കഴിഞ്ഞാൽ. ഈ 2 കാര്യങ്ങളും ഇപ്പോൾ അതിൽ ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്, ആ ബൈക്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെക്ക് ചെയ്യാം. ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യത്തിൽ കാലിപ്പേഴ്സിൻ്റെ ഇടയ്ക്കൂടെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഒരു ലൈൻ കാണാൻ പറ്റും ബ്രേക്ക് പാഡിൽ, അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. പിന്നെ വരുന്നത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവല് ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടാവും, അവിടെ മിനിമം എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ മിനിമം റേഞ്ചിൽ തന്നെ എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഇപ്പോൾ നമ്മളെ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ലൈനുണ്ട്. അതേപോലെ തന്നെ സെയിം കാര്യം ആ ബൈക്കിലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവെയർ കാണാം, ഇവിടെ ഒരു മിനിമം എന്നും പറഞ്ഞിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്, മാക്സിമം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഫ്ലൂയിഡ് നിൽക്കാനുള്ളത്. ഇപ്പം ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കാണുള്ളത്. പിന്നെ വരുന്നത് ഈ ഫ്ലൂയിഡ് എല്ലാ സർവീസിലും അങ്ങ് മാറ്റാൻ നോക്കുക, 1 വർഷത്തിൽ ഒരിക്കൽ ചേഞ്ച് ചെയ്യുക, ബ്ലീഡ് ചെയ്ത് കളഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കിംഗ് പെർഫോമൻസും പക്കയാവും, സ്പോഞ്ചി ആയിട്ടുള്ള ഫീല് അങ്ങ് പോവും. അഥവാ നിങ്ങൾ അങ്ങനെ സ്പോഞ്ചി ആയിട്ടുള്ള ഫീല് വരികയാണെങ്കിലും ആ ബ്രേക്ക് ഫ്ലൂയിഡ് ബ്ലീഡ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയത് ഫില്ല് ചെയ്താൽ മതി, ആ ഒരു ഫീഡ് അങ്ങ് പോവും, സ്പോഞ്ചി ആയിട്ടുള്ള ഫീല്. അപ്പോൾ ഇങ്ങനെ ബ്ലീഡ് ചെയ്യുമ്പോഴത്തേക്കും ABS വരുന്ന വണ്ടിയൊക്കെ അതാണ് ബെറ്റർ. ABSൻ്റെ മോട്ടറൊന്നും ഡാമേജ് ആകത്തില്ല. സോ എല്ലാ വർഷവും ABS ഉള്ള വണ്ടികളിൽ നിർബന്ധമായിട്ടും നിങ്ങളത് ചേഞ്ച് ചെയ്യാൻ നോക്കുക. നമ്മളെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്സ്, നമ്മളെ ബൈക്കിൻ്റെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നമ്മളെ ബാക്ക് വീലിൽ എത്തിക്കുന്ന പണിയാണ് നമ്മളെ ഈ സ്പ്രോക്കറ്റും ചെയിനും ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈക്കിൻ്റെ ആ ഒരു എൻജിൻ്റെ പവർ ഔട്ട്പുട്ട് കറക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്ലാക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, ഞാനിപ്പോൾ ചെയ്യുന്നത് എല്ലാം ഒരു 500 കിലോമീറ്ററിലാണ് ഞാൻ എൻ്റെ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിലും കൊണ്ടു കൊടുക്കുക. ഒരു 50 റുപ്പീസ് 60 റുപ്പീസ് ആ ഒരു റേഞ്ചിലേ ആവുന്നുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു ബൈക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി വേറെ പലയിടത്തും പല റേറ്റാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ബൈക്സിൽ ഞാൻ എല്ലാ 500 കിലോമീറ്ററിലാണ് സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെയിൻ കവർ വരുന്ന ബൈക്കിൽ ഇതാ ഇവിടെ ആയിട്ട് ഒരു റബ്ബർ ഒരു കവറിങ് വരും, അത് ഇളക്കിയെടുത്താൽ അത് ഇതേപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ലാക്ക് നോക്കാൻ പറ്റും. ഇതിപ്പോൾ ചെയിൻ നല്ല ലൂസായിട്ടിരിക്കുകയാണ്, ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈമായി. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്കെയിലെടുത്ത് നിങ്ങൾക്ക് മെഷർ ചെയ്ത് നോക്കാം. അത് ഈ കവറൊക്കെ ഊരി എടുക്കേണ്ടി വരും, ചെയിനിൻ്റെ കവറൊക്കെ ഊരി എടുക്കേണ്ടി വരും. അപ്പോൾ
നിങ്ങൾ എല്ലാ 500 കിലോമീറ്റേഴ്സിലും വണ്ടി ഏതെങ്കിലും മെക്കാനിക്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഷോറൂമിലോ കൊണ്ടുപോയിട്ട് സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ചെയിൻ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ 800 to 1000 കിലോമീറ്റേഴ്സിലാണ് ചെയിൻ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഈ ബൈക്കിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചെയിൻ കവർ ഊരിയെടുക്കണം, എന്നിട്ടേ ചെയിൻ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചെയിൻ ക്ലീനറോ, ഞാനിപ്പോൾ ചെയിൻ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒന്നീ ഡീസൽ അല്ലെങ്കിൽ ചെയിൻ ക്ലീനറാണ്. എന്നിട്ട് ഇവിടെ ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും, ഒന്ന് വീൽ ന്യൂട്രലിട്ട് കറക്കിയിട്ട് ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഫുള്ള് സ്പ്രേ ചെയ്ത് ഇത് കുറച്ച് നേരം ഒന്ന് അഴുക്കൊക്കെ ഒന്ന് കറക്റ്റ് ഇളവാനായിട്ട് ടൈം കൊടുക്കും. ഡീസലാണെങ്കിൽ എന്തെങ്കിലും വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചെയിൻ ക്ലീനർ യൂസ് ചെയ്യുക. ഈ ബൈക്കിലാണെങ്കിൽ നിങ്ങൾ ചെയിൻ കവർ ഊരണം. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുന്നേയൊക്കെയാണ് ചെയിൻ ക്ലീൻ ചെയ്യുന്നത്. വണ്ടി ചെയിൻ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി ഫുള്ളായിട്ട് വാഷ് ചെയ്തിറക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതിപ്പോൾ ഷോറൂമിൽ നിന്ന് അവരടിച്ചു തന്ന ചെയിൻ ലൂബാണ്. അലോയിൽ മൊത്തം തെറിച്ചിട്ടുണ്ട്. ഇവിടെയും ഒന്ന് ഡീസൽ അല്ലെങ്കിൽ ചെയിൻ ക്ലീനർ. ഈ പെയിൻ്റുള്ള പാർട്സിലൊക്കെ ഈ സംഭവങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിക്ക് ഒന്ന് സോപ്പിട്ട് തേച്ച് കഴുകി ഇറക്കണം, അല്ലെങ്കിൽ ആ പെയിൻറ്റ് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ബൈക്ക് വാഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു ബ്രഷ് കിട്ടും, ആ ബ്രഷ് വെച്ചിട്ട് ഒന്ന് നല്ല വൃത്തിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് വണ്ടി ഓണാക്കിയിട്ടൊന്നും ഇതിൻ്റെ ഇടയിൽ ചെന്ന് കൈയിടാൻ നിൽക്കരുത്. സ്പ്രോക്കറ്റിൻ്റെ ടീത്തിൻ്റെ ഇടയിൽ കൈ ആയി കഴിഞ്ഞാൽ പണി കിട്ടും, വിരലൊക്കെ പോവും. സോ വണ്ടി ന്യൂട്രലിലിട്ട് സെൻട്രൽ സ്റ്റാൻഡിട്ട് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ബ്രഷ് വെച്ചിട്ട് ഒന്ന് പിടിച്ചു കൊടുത്ത് വീല് കറക്കി കൊടുത്താൽ മതി. നല്ല വൃത്തിക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു നല്ല ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കുക. ചെയിനും സ്പ്രോക്കറ്റും നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ട് ആ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ ഒരു ചെറിയ സ്പ്രോക്കറ്റും കൂടി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക. കാരണം അത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ മണ്ണും പൊടിയൊക്കെ കയറി ഇരുന്നിട്ട് എൻജിൻ്റെ അവിടെ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഷാഫ്റ്റ് അതിൻ്റെ പല്ല് തേഞ്ഞ് തീരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ബൈക്കിന് ഇപ്പോൾ ആ ഒരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പ്രത്യേകിച്ചെടുത്ത് പറയുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യണം. ഇവിടെ ഒന്ന് ബ്രഷ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വീല് കറക്കി കൊടുത്താൽ മതി. നിങ്ങൾ വണ്ടി ഓണാക്കി ഗിയറിലിട്ടിട്ട് ഒന്നും കൈ ഇവിടെ വെക്കല്, കൈയിൻ്റെ വിരൽ പോവും. സോ അത് റിസ്ക്കാണ്. എന്നിട്ട് നല്ല വൃത്തിക്ക് ഒന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ച് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വണ്ടി ഫുള്ള് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ പ്രഷർ വാഷർ വെച്ച് അടിക്കുകയാണെങ്കിൽ നല്ല ഫോഴ്സിന് അതിൽ വെള്ളം അടിക്കല്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചെയിനിൻ്റെ ഇവിടെ ഇടയ്ക്കായിട്ട് 2 റബ്ബർ റിങ് വരുന്നുണ്ട്, അത് ഡാമേജ് വരും. അപ്പോൾ അങ്ങനെ അടിക്കാതെ ഒന്ന് ദൂരോട്ട് വെച്ചൊക്കെ അടിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ജസ്റ്റ് സാധാ ഓസ് വെച്ച് ഒന്ന് കഴുകി ഇറക്കിയാൽ മതി. വണ്ടി ഫുള്ള് കഴുകി കഴിഞ്ഞിട്ട് ഒന്ന് തുടയ്ക്കുക. ചെയിൻ നല്ല വൃത്തിക്ക് ഒന്ന് തുടച്ച് ഡ്രൈ ആക്കിയിട്ട് നിങ്ങൾ പിന്നെ ചെയ്യാനുള്ള കാര്യം ചെയിൻ ലൂബിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും ഗിയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയിൻ ലൂബാണ് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ചെയിൻ ലൂബ് പ്യൂട്ടോളിനാണ്. അപ്പോൾ പ്യൂട്ടോളിൻ എനിക്ക് ഒരു 500 കിലോമീറ്റേഴ്സിലും അടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഞാൻ അതിന് മുന്നേയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന TRM മോട്ടികളൊക്കെയാണ്. ഇപ്പോൾ മോട്ടികൾ ഒരു 300 കിലോമീറ്റർ വരെയൊക്കെ ലൈഫ് കിട്ടിയിട്ടുണ്ട്. പിന്നെ TRM ആണെങ്കിൽ ഒരു 200 കിലോമീറ്റർ, അതിൽ കൂടുതലൊന്നും ഓടിയിട്ടില്ല. ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലാണ്. നിങ്ങൾക്ക് ഈ ബൈക്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ പിന്നീട് കണ്ടാൽ മതി. ഞാനിപ്പോൾ റഫായിട്ട് പറഞ്ഞു പോവാം. ഞാനിപ്പോൾ ചെയിൻ ലൂബ് എല്ലാവരും 500 കിലോമീറ്റർ ഇൻ്റർവെല്ലിലാണ് ചെയ്യുന്നത്. ഈ 2 ബൈക്സിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ചെയിൻ ലൂബും നിങ്ങളാ റോഡ് കണ്ടീഷൻസും അനുസരിച്ച് ഇരിക്കും. നിങ്ങളിപ്പോൾ നല്ല മഴയത്തൊക്കെയാണ് വണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ചെയിൻ ലൂബൊക്കെ പെട്ടെന്ന് തീരും. സോ നിങ്ങൾ പെട്ടെന്ന് പിന്നെയും ലൂബ് ചെയ്യേണ്ട അവസ്ഥകൾ വരും. അതേസമയം നിങ്ങളിപ്പോൾ ഇതേപോലെ ചെയിൻ കവറുള്ള ബൈക്സിലാണെങ്കിൽ ആ ഒരു ഇഷ്യൂസ് കുറേയൊക്കെ കുറഞ്ഞ് കിട്ടും. ഒട്ടും വരത്തില്ല. മറ്റേത് കാരണം ഓപ്പണാണ്, ചെയിനും സ്പ്രോക്കറ്റൊക്കെ ഓപ്പണായിട്ടിരിക്കുകയാണ്. സോ അത് നിങ്ങൾ പിന്നെ ഫ്രീക്വൻ്റായിട്ട് ലൂബ് ചെയ്ത് കൊടുക്കേണ്ടി വരും മഴയത്തൊക്കെ. എനിക്ക് ഒരു 500 കിലോമീറ്റർ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് ലൈഫ് പ്യൂട്ടോളിൻ. അത് മഴയില്ലാത്ത ടൈമിൽ
മഴയുള്ളപ്പോൾ അത്രയൊന്നും കിട്ടത്തില്ല. 200 കിലോമീറ്ററിൽ ഞാൻ പിന്നെയും ലൂബ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കല്ലാതെ തന്നെ ഈ ചെയിൻ ഡ്രൈ ആയതുകൊണ്ട് ഇവിടെ തൊട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. ഇതിലിപ്പോൾ അത്യാവശ്യം ലൂബ്രിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ അവിടെ തൊട്ട് പോകുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. ചെയിൻ ഡ്രൈ ആയി കഴിഞ്ഞാൽ ചെയിനിൽ ലൂബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെയിനിൻ്റെ ഈ ഗ്യാപ്പിൽ വരുന്ന ഓറിങ്ങിൻ്റെ അവിടെ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെയിനിൽ ഫുള്ളായിട്ടൊന്നും എടുത്ത് സ്പ്രേ ചെയ്ത് പോകല്ലേ, വേസ്റ്റാണ്. ഈ 2 ഓറിങ്ങിൻ്റെ ഇടയ്ക്ക് സ്പ്രേ ചെയ്യാൻ നോക്കുക. ഇവിടെയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീല് കറക്കി കൊടുത്തിട്ട് സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. ലൂബ് അടിച്ചു കൊടുത്തിട്ട് ഇവിടെ പിന്നീട് ആ സൈഡ് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ അടിച്ചു കൊടുക്കണം. വീലൊന്ന് നിങ്ങളെ ഫ്രണ്ടിൻ്റെ അടുത്തോ ആരുടെങ്കിലും കറക്കാൻ പറഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇവിടെ 2 ഓറിങ് വരുന്ന സൈഡിലും അടിച്ചു കൊടുക്കുക. പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത ബൈക്സിൽ നിങ്ങൾക്ക് പാഡോക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യാം. പാഡോക്ക് സ്റ്റാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട് വന്നിട്ട് ബൈക്ക് ഇങ്ങനെ ചരിച്ച് പിടിച്ച് കയറേണ്ടി വരും, പാടായിരിക്കും. പാഡോക്ക് സ്റ്റാൻഡ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ലൂബ് ചെയ്ത് രാത്രി ലൂബ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ചെയിൻ ലൂബ് കറക്റ്റ് എല്ലായിടത്തും എത്തും ചെയിനിൻ്റെ. നമ്മളല്ലാതെ ലൂബ് ചെയ്തിട്ട് പെട്ടെന്നൊക്കെ എടുത്തുകൊണ്ട് പോയാൽ വേസ്റ്റാണ്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് രാത്രി ചെയിൻ ലൂബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വരാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ബാറ്ററിയാണ്. നമ്മളെ ബാറ്ററിയൊക്കെ നമ്മൾ വണ്ടി ഒരു 1 വീക്കോ 2 വീക്കോ അതിൽ കൂടുതലൊക്കെ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും ബാറ്ററി ഡെഡ് ആവുമ്പോഴത്തേക്കും വന്നിട്ട് ബാറ്ററി വീക്കായിട്ടിരിക്കുന്ന ടൈമിൽ വന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കാൻ നോക്കല്ല്. നിങ്ങൾക്ക് കിക്കറുള്ള ബൈക്സ് ആണെങ്കിൽ കിക്കർ യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ സെൽഫ് മാത്രമുള്ള ബൈക്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ബൈക്കിൻ്റെ സ്റ്റേറ്റർ കോയിൽ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഒന്നീ ജംപ് സ്റ്റാർട്ട് ചെയ്യാം, വേറൊരു ബൈക്കിൻ്റെ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ട് സെൽഫ് അടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാറ്ററി ഇളക്കിയെടുക്കുക, നേരെ അടുത്ത ഏതെങ്കിലും ബാറ്ററി കടയിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 60 രൂപ 50 രൂപയ്ക്കൊക്കെ ബാറ്ററി ചാർജ് ചെയ്ത് കിട്ടും. ഇനി റേറ്റ് കൂടിയാന്നും അറിയത്തില്ല, ചിലപ്പോൾ ഒരു 100-നകത്തൊക്കെ എന്തായാലും വരുള്ളൂ. അപ്പോൾ ബാറ്ററിയുടെ കാര്യം അതാണ്. ഇനി അടുത്തത് വരുമ്പോഴത്തേക്കും നമ്മളെ ബൈക്കിൻ്റെ ഫ്ലൂയിഡ് ലെവൽസ്, നമ്മളെ ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ കൂളൻ്റ്, നമ്മളെ എൻജിൻ ഓയിൽ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 കിലോമീറ്ററിൽ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളിപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഞാൻ നേരത്തെ ചെക്ക് ചെയ്യുന്ന പറഞ്ഞായിരുന്നു, ആ മിനിമം ലൈനിൻ്റെ താഴെ പോവാതിരിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ബാക്ക് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവെയർ ഇവിടെ സൈഡിലൊരു ടിന്ന് പോലെ കാണാം. പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഈ ബൈക്കിലൊക്കെ ആണെങ്കിൽ വാച്ച് ഗ്ലാസ് കാണും. പുതിയ ബൈക്സിലൊക്കെ, പഴയ ബൈക്സിലാണെങ്കിൽ ഡിപ്സ്റ്റിക്ക് വെച്ച് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങളിത് ചെക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു ബൈക്ക് നമ്മൾ ഓടിച്ചുകൊണ്ട് വന്ന് വെച്ച ഉടനെ ചെക്ക് ചെയ്യാതിരിക്കുക. ചെക്ക് ചെയ്യുന്നെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സ് വണ്ടി ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും ബെറ്റർ, ഞാനൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് മോർണിംഗ് ആയിരിക്കും. മോർണിംഗ് ആണ് ഈ ഓയിൽ ചെക്ക് ചെയ്യാൻ പറ്റിയ ടൈം. അല്ലാത്തപ്പോൾ ഒരു 20 മിനിറ്റ്സൊക്കെ വണ്ടി ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് സെൻട്രൽ സ്റ്റാൻഡിലിട്ട് ഇതേപോലെ വയ്ക്കുക. നിങ്ങൾ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ പാഡോക്കിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിത് രണ്ടും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളെ വീട്ടുകാരുടെ അടുത്തോ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വണ്ടി ഒന്ന് സ്ട്രൈറ്റ് പിടിച്ച് തരാൻ പറയണം. ഇതേപോലെ വണ്ടി ഒന്ന് സ്ട്രൈറ്റ് പിടിച്ചിട്ട് നിങ്ങൾക്ക് ലെവലിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുമ്പോഴത്തേക്കും നിങ്ങളെ ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ എൻജിൻ ഓയിൽ, അത് കഴിഞ്ഞിട്ട് കൂളൻ ലെവൽ. ഇതൊക്കെ ഇപ്പോൾ എയർ കൂൾഡ് ബൈക്സ് ആണ്. ലിക്വിഡ് കൂൾഡ് എൻജിൻ വരുന്ന ബൈക്സിലാണെങ്കിൽ റേഡിയേറ്റർ കാണും. അപ്പോൾ റേഡിയേറ്ററിൻ്റെ തൊട്ട് മുകളിലായിട്ടോ അല്ലെങ്കിൽ സൈഡിലായിട്ടോ ഒക്കെ നമ്മളെ കൂളൻറ്റിൻ്റെ റിസർവെയർ കാണും. അപ്പോൾ അതിലും ഇതേപോലെ മിനിമം മാക്സിമം 2 ലൈനുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണോ ആ കൂളൻറ്റിൻ്റെ ലെവലുള്ളതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ KTM പോലെയുള്ള സ്പോർട്സ് ബൈക്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓയിലിൽ കൂളൻ്റ് മിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വാട്ടർ പമ്പിൻ്റെ സീല് പോയിട്ട് അതുവഴി എൻജിൻ ഓയിലുമായിട്ട് കൂളൻ്റ് മിക്സ് ആവുന്നതാണ്.
അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ആ വാട്ടർ പമ്പിൻ്റെ സീൽ ഒരു 2 സർവീസിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് 600-700 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ കൂളൻ്റ് ലെവല് കുറയുമ്പോൾ ഉള്ള ആ കാര്യം ചെക്ക് ചെയ്യുക. വണ്ടി ഒന്ന് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ നമ്മളാ ഓയിലിൻ്റെ കളറ് വല്ല മിൽക്കി കളറിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂളൻ്റ് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ കൂളൻ്റ് കുറഞ്ഞതാണ്, കൂളൻ്റ് ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കൂളൻ്റ് വാങ്ങാനായിട്ട് ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് മോട്ടോറിൻ്റെ കൂളൻ്റാണ്, 200 രൂപയുള്ളൂ. അപ്പോൾ ഓയിൽ ലെവൽ കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓയിൽ ലെവൽ കൂടുകയാണെങ്കിൽ ഇങ്ങനെ കൂളൻ്റ് മിക്സ് ആയിട്ട് ഓയിൽ ലെവൽ കൂടിയതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് നമ്മളെ ത്രോട്ടിൽ കേബിളും ക്ലച്ച് കേബിളും. ഇപ്പോൾ ഇതിൽ ത്രോട്ടിൽ കേബിളും ക്ലച്ച് കേബിളും ഉണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ഹൈഡ്രോളിക് ക്ലച്ച് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഈ ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ വരുന്നത് റൈഡ് ബൈ വയർ വരുന്നവർക്കും ഈ ഒരു ഇഷ്യൂ വരത്തില്ല. റൈഡ് ബൈ വയറിലൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നല്ല പൈസ ആവുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ റൈഡ് ബൈ വയർ ഉള്ളവരൊന്നും ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പേടിക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു 2 to 3 months, ക്ലച്ച് ലിവേഴ്സിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോൾ നിങ്ങളൊന്ന് കൊണ്ടുപോയി തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലോ കൊണ്ടുപോയി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡ്രം ബ്രേക്കൊക്കെ വരുന്ന ബൈക്സിലാണെങ്കിൽ ബാക്ക് ബ്രേക്കൊക്കെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. പിന്നീടുള്ളത് ത്രോട്ടിൽ കേബിളും ക്ലച്ച് കേബിളും എപ്പോഴും ചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നോർമലി ഒരു ലൂബ്രിക്കേഷൻ വരുന്നുണ്ട്. ആ ലൂബ്രിക്കേഷൻ ഒരു 10,000 കിലോമീറ്റേഴ്സൊക്കെയാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലും കിട്ടിയവർ കാണും. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു 10,000 കിലോമീറ്റർ അത് ചേഞ്ച് ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകുന്ന ടൈമിലാണ് ഇത് ഇങ്ങനെ പ്രശ്നം വരുന്നതെങ്കിൽ വഴിയിലായി പോവും. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മാറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലച്ച് പിടിക്കുമ്പോഴത്തേക്കും ഒരു ടൈറ്റായിട്ടുള്ളൊരു ഫീല് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ടൈറ്റായിട്ടുള്ള ഫീല് വരുമ്പോഴോ നിങ്ങൾക്ക് ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കും ത്രോട്ടിൽ ടൈറ്റായിട്ട് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോഴേ മാറ്റുക, അല്ലെങ്കിൽ അത് പൊട്ടും, ഉറപ്പാണ്. പിന്നെ ഫ്ലൂയിഡ് ലെവൽസും പിന്നെ ലിവേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ഇനി അടുത്ത വരുന്ന വണ്ടിയുടെ കോൾഡ് സ്റ്റാർട്ടിങ്. ഇത് മിക്ക പേരും ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ കോൾഡ് സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബൈക്ക് ഒന്ന് 3 hours കൂടുതലൊക്കെ വണ്ടി യൂസ് ചെയ്യാതെ വെച്ചിരുന്ന, ഇപ്പോൾ നമ്മൾ രാവിലെ ആണെങ്കിലോ വണ്ടി കുറേ നേരം എടുക്കാതെ വെച്ചേക്കുമ്പോഴോ ഒക്കെ ആണെങ്കിൽ കോൾഡ് സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി ജസ്റ്റ് ഒന്ന് ന്യൂട്രലിട്ട് വെച്ചിട്ട് ഇങ്ങനെ സെൻട്രൽ സ്റ്റാൻഡൊന്നും ഇടണ്ട, നിങ്ങൾ വണ്ടി കയറി ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 seconds to 1 minute സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് അപ്പോൾ ഹീറ്റിൻ്റെ ഇത് മീറ്ററിൽ കാണിക്കുമെങ്കിൽ, ടെമ്പറേച്ചറിൻ്റെ ഇത് മീറ്ററിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കട്ടയാവുന്നവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് ചില ബൈക്സിലൊന്നും പെട്ടെന്നൊന്നും ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 30 seconds to 1 minute വെയിറ്റ് ചെയ്താൽ മതി. എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ഫുള്ള് ത്രോട്ടിൽ കൊടുക്കല്ലേ. നിങ്ങളിപ്പോൾ ഇത് ചെയ്യാതെ ബൈക്ക് എടുത്തു കഴിഞ്ഞാലുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി യൂസ് ചെയ്യാതിരിക്കുമ്പോൾ വണ്ടിയുടെ എൻജിൻ ഓയിൽ ഇവിടേക്കുള്ള ലൂബ്രിക്കേഷനൊക്കെ ഈ എൻജിൻ ഓയിൽ ഫുള്ള് താഴെ വന്ന് നിന്നിട്ട് പിന്നെ നമ്മൾ ഈ കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന ടൈമിലാണ് ഈ എൻജിൻ ഓയിൽ എല്ലായിടത്തും ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എൻജിൻ്റെ മുകളിലോട്ടുള്ള പാർട്സിൽ ഒരു ലൂബ്രിക്കേഷനും കാണത്തില്ല. അപ്പോൾ ഈ ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ എൻജിൻ്റെ അകത്തെ പാർട്സിന് വേറെ ടയർ പെട്ടെന്ന് വരും, നിങ്ങൾക്ക് എൻജിൻ പണികളൊക്കെ വരും. സോ എൻജിൻ ഓയിൽ ഒരു 30 seconds നിങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ സർക്കുലേറ്റ് ചെയ്ത് എല്ലായിടത്തും എത്തും. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഫുൾ ത്രോട്ടിൽ കൊടുക്കല്ലേ. നിങ്ങൾക്ക് ടാക്കോമീറ്റർ ഉള്ള ബൈക്കാണെങ്കിൽ ഒരു 3000 to 4000 RPM ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി ഓടിക്കുക. പിന്നെ നിങ്ങൾ ആ ടെമ്പറേച്ചറിൻ്റെ അത് ഒരു 4 പോയിൻ്റൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൈ കൊടുത്ത് ഓടിക്കാവുന്നതാണ്, ഫുൾ ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുക. പിന്നെ ടെമ്പറേച്ചറിൻ്റെ നിങ്ങൾക്ക് ഇത് ബൈക്കിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ മീറ്ററിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 kilometer ഓടുമ്പോൾ വണ്ടീൻ്റെ എൻജിൻ റണ്ണിങ് ടെമ്പറേച്ചറിലെത്തും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൈ കൊടുത്ത് ഓടിക്കാവുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ എങ്ങനെ ഓടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വണ്ടി ഫുൾ ത്രോട്ടിൽ കൊടുക്കാതെ ഒരു അത്യാവശ്യം ഒരു മിനിമം സ്പീഡിൽ ഓടിക്കുക. ഞാനൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്
ഈ ബൈക്കൊക്കെ ആണെങ്കിൽ ഒരു 40-50, അതിന് മുകളിലൊന്നും വണ്ടി എടുത്ത ഉടനെ, അതും ടോപ്പ് ഗിയറിൽ 40-50-ലിട്ടാണ് ഓടിക്കുന്നത്. എടുത്ത ഉടനെ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് പോവാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വീഡിയോ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, ടൈം കിട്ടാതായിപ്പോയി. എൻ്റെ ചാനൽ ഞാൻ ലാസ്റ്റ് ഇട്ടത് ഈ ക്ലാസിക് 350യുടെ റിവ്യൂ ആണ്. വീഡിയോ ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഇനി നമ്മൾ ആഴ്ചയിൽ ഒരു 3 വീഡിയോസെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നി എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ നോക്കും. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. ഇനി ബൈക്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബൈക്കിൻ്റെ മൈലേജ് ടെസ്റ്റ്, റിവ്യൂസ്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.